Hi friends, welcome back to PN Creations. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇഡ്ലി വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. മസാല ഇഡ്ലി. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 8 ഇഡ്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു capsicum മീഡിയം സൈസിൽ അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതുക്കിയത്, ഒരു 5-6 പച്ചമുളക്, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു മുട്ട, ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, അപ്പോൾ നമുക്ക് ആദ്യം ഇഡ്ലി നമ്മൾ പനീറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ചൂടാറിയിട്ട് കട്ട് ചെയ്യുന്നത് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ കത്തിൻ്റെ മേലൊക്കെ അത് പറ്റിപ്പിടിക്കും. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ മുട്ട കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി, മുട്ട വേണം നിർബന്ധമില്ല. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി. ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ഇഡ്ഡലി ഉപ്പിട്ടല്ലേ വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇത് പാത്രം കുറച്ച് ചെറുതായി പോയി. നമ്മൾ കുറച്ച് അകലെയുള്ളൊരു പാത്രത്തിൽ ഇട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് സ്പൂൺ കൊണ്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. ഒരുപാട് കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഇഡ്ഡലിൻ്റെ മേലെ ഉണ്ടായാൽ മതി. ഇത് നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ, തമ്മിൽ ഒട്ടിപ്പോവും. 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇത് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മളെ ഇഡ്ഡലീൻ്റെ സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് മുഴുവനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടപാട് ഇളക്കി കൊടുക്കണ്ട, അപ്പോൾ ഇത് മിക്സായി പോവും. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ തട്ടി കൊടുത്താൽ മാത്രം മതി. ഒന്നായതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി സുമാറായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മസാലയൊന്നും ഇടാതെ തന്നെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോസ് കൂട്ടിയൊക്കെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഉള്ളി വാട്ടിയെടുക്കണം. കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഉള്ളി നന്നായി വഴറ്റിയെടുക്കണ്ട, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഓയിൽ ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന ആ ഒരു പാകത്തിന് മതി. 2 സ്പൂണ് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കളർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് കുറുക്കിയെടുത്ത ശേഷം നമുക്ക് ഇഡ്ഡലി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഡ്ഡലി പോലെ തോന്നില്ല, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ സോസിൻ്റെ പുളിയും അതുപോലെ തന്നെ എരിവും ബാലൻസ് ആവാൻ വേണ്ടി 1/2 സ്പൂൺ പഞ്ചസാര വേണം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മളെ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.